എവിടെ ഇരിക്കുന്നത്? മീട്ടൂസേ ഇൻവേർട്ടറിന്റെ പുറത്താണ് ഇന്നിരിക്കുന്നത്. മോഡം വേണ്ടേ? ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലെക്സിയും പിന്നെ ഒരു ചാരപ്പൂച്ചയും നമുക്ക് ന്യൂട്രിയാൻ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ പിങ്കി ഒന്നുകൊണ്ട് ആശുപത്രി കാണിക്കണം. പിങ്കി അത്ര മോശക്കാരിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ആട്ടോ പോകുന്നത്. വൈകിട്ടൊരു 3 മണിക്ക് ഇറങ്ങി ഞങ്ങളൊരു 3:45 അതിരമ്പുഴ പെട്രസിലെത്തി കേട്ടോ. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് ചെല്ലുന്നത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പെറ്റിനെ കൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഫോം തരും കേട്ടോ. ഇത് പെറ്റിൻ്റെ ഹെൽത്ത് റെക്കോർഡാണ്. അത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ഒരു 5-6 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഒരേ സമയം തന്നെ ഒരു 5-6 പെറ്റ്സിനെ നോക്കാനുള്ള സെറ്റപ്പും ബെഡും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പെറ്റ് സ്റ്റോറും ഉണ്ട്. ഇത് ഇന്ന് സർജറി ചെയ്യുന്ന ആനിമൽസിൻ്റെ ലിസ്റ്റാട്ടോ. അപ്പം നമ്മുടെ പേര് ശ്രീദേവി എന്ന് പറഞ്ഞ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 4 മണിയായിരുന്നു ഒരു ടൈം തന്നിരുന്നത്. ഡോക്ടർ ഒരു 10 മിനിറ്റിനുള്ളിൽ വന്നു. അന്നേരത്തേക്ക് നമ്മുടെ പിങ്കിപ്പെണ്ണ് അവിടെ കരഞ്ഞ് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവൾക്ക് വണ്ടിക്കകത്തൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ്. ഇവളെ നമ്മുടെ വണ്ടിക്കകത്ത് നിന്നാട്ടോ കിട്ടിയത്. ഇവളുടെ കരച്ചിലൊക്കെ കേട്ട് ആണ്ട വേറെ ഒരുത്തം വന്ന് അവളെ നോക്കി ചൊറയുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹെൽപ്പർ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പൂച്ചയെ വെച്ചോ, നമുക്ക് അതിൻ്റെ വെയിറ്റൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളതിനെ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കേട്ടോ. ഇവളാണെ പേടിച്ച് ഇവളുടെ കണ്ണൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്ഥലവും ശബ്ദവും മണമൊക്കെ മാറിയപ്പോഴത്തേക്കും ഒക്കെ ടെൻഷനായി. ഇവിടെ അത്യാവശ്യം എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ ടെസ്റ്റുകളും എല്ലാ വിധം സർജറികളും ഇവിടെ ചെയ്യും കേട്ടോ. ഞങ്ങൾ പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പോയി പൂച്ച കാണാതെ പോവുകയും ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ലഭിക്കാതെയും കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടാതെ നമ്മുടെ കുറേ പൂച്ചകൾ മരിച്ചിട്ടുണ്ട് കേട്ടോ. പെട്രസ്റ്റ് അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഇങ്ങോട്ടാണ് ഡയറക്റ്റ് കൊണ്ടുവരുന്നത്. പെണ്ണിനെ വീണ്ടും ഇളക്കം തുടങ്ങി. നമ്മുടെ പൂച്ചകളെ 2പേരെയും സർജറിക്ക് കൊടുത്തതിന് ശേഷം ഞാനും അമ്മയും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ബേക്കറി പോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം തിരക്കും വണ്ടികളൊക്കെ ആയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പൂര മഴ. പിങ്കിയെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് കാണിച്ചു. പിങ്കിക്ക് ഡീവേമിങ് ചെയ്താൽ മതി, വേറെ അസുഖമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പൂച്ചകൾ ഒത്തിരി പെറ്റ് വരികാതിരിക്കാൻ വേണ്ടി ന്യൂട്രി ചെയ്യുന്നത് തന്നെയാട്ടോ നല്ലത്. പിന്നെ അവർ ഹെൽത്തി ആയിട്ടിരിക്കും. ഇവിടെ ന്യൂട്രി ചെയ്യാൻ വേണ്ടി 5000 രൂപയുടെ ചാർജ്. പക്ഷേ അത് 100% വെർത്താട്ടോ. ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ കൊണ്ട് പൂച്ചയെ കിടത്തി വരുത്തരും. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചാരപ്പൂച്ചനെ കൊണ്ട് കിടത്തി തന്നു കേട്ടോ. അവൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുന്നേ ഉള്ളൂ. നമ്മുടെ ലെഗ്സിൻ്റെ സർജറി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി കേട്ടോ. 2 പേരുടെയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ ടെമ്പറേച്ചർ കയറി വരാൻ വേണ്ടി അവർ വാട്ടർ ബാഗൊക്കെ വെച്ച് ചൂട് പിടിച്ച് കൊടുക്കും കേട്ടോ. ഇവൾ പകുതി എണീറ്റിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം മടിയിലൊക്കെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി മടുത്ത ആളാണെങ്കിൽ ഇവിടെ വന്ന് നോക്ക്. നിങ്ങളുടെ പെറ്റ്സിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ.